അദ്ദേഹം എവിടെ തുടങ്ങിയോ അദ്ദേഹത്തിന്റെ BJP യുമായുള്ള ബന്ധം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ കാവി ജാഥയുണ്ട് കേരളത്തിലെ. തെക്ക് വടക്ക്, നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് തന്നെ വടക്ക് തെക്ക്. കാവി കൊടി പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ആ RSS പ്രചരണ ജാഥയുടെ അതേ നിലപാടിലേക്കാണ് 2025 ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അദ്ദേഹം കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്നൊക്കെ യോഗനാഥം ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകൾ മനസ്സിലാക്കാൻ കൂടി. കാരണം ഇത് അദ്ദേഹം നേരിട്ട് എഴുതി കയ്യൊപ്പിട്ട എഡിറ്റോറിയലാണ് അല്ലെ, കയ്യൊപ്പിട്ട യോഗനാഥം. അത് മാസത്തിൽ 2 തവണ വരുന്ന ദ്വൈവാരികയാണ്. അവരുടെ മുഖവാരിക എന്ന് വേണമെങ്കിൽ പറയാം. SNDPയുടെ ഔദ്യോഗിക പത്രമാണ്. ആ പത്രത്തിൽ ഏറ്റവും ഒടുവിലത്തെ ലക്കത്തിൽ വന്ന ഈ പത്രാധിപക്കുറിപ്പ്, ഒപ്പിട്ട പത്രാധിപക്കുറിപ്പ് കേരളത്തിന്റെ മതനിരപേക്ഷ മനസാക്ഷിയോടും ജനാധിപത്യ സംവിധാനത്തിനോടുമുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ്. ഇതിന് സന്ദർഭം ചെറിയാൻ മറക്കരുത്. AK ബാലന്റെ വളരെ 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 പ്രത്യക്ഷമായി വർഗീയത പറയുന്ന പാലക്കാട് പത്രസമ്മേളനത്തിലും മാറാട് ഓർമ്മപ്പെടുത്തലിനും എല്ലാം അതിന് തൊട്ടു പിന്നിൽ വരുന്ന വെള്ളാപ്പള്ളിയുടെ ഓൺ റെക്കോർഡ് അച്ചടിച്ച വളരെ കോൾഡ് തണുത്ത അച്ചടിച്ച ഭാഷയിൽ ഇത് CPM-ലെ സഖാക്കളും കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം വായിക്കണം. അവരുടെ നേതാക്കൾ വായിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അദ്ദേഹം മാറാട് ബാലനിൽ നിന്ന് ബാറ്റൺ കൈമാറി ഏറ്റെടുക്കുന്നു. പിണറായി സർക്കാരിന്റെ ഗുണം മാറാട് പോലെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന്, അല്ലെ? മാറാടിനെ മറക്കാൻ സമ്മതിക്കുകയില്ല വെള്ളാപ്പള്ളി എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. മാറാട് പറഞ്ഞത് തെറ്റാണെന്ന് പാർട്ടിയുടെ അനുഭാവികളും ഒരു വിഭാഗം നേതാക്കളും വിശ്വസിക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി ബാറ്റൺ ഏറ്റെടുക്കുകയാണ്. മാറാട് മറക്കല്ലേ എന്ന് ഈഴവരോടും അദ്ദേഹത്തിന്റെ അനുചാര വൃന്ദത്തോടും പറയുകയാണ്. 2, അതും താങ്കൾ വായിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ഞാൻ അതിന്റെ ഫോട്ടോ കോപ്പി അയച്ചു തന്നതാണ്. രണ്ടാമത് വരുമ്പോൾ എന്താണ് മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ പങ്ക്? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയവയെ എല്ലാവരും കേരളത്തിലെ ഏത് രാഷ്ട്രീയ പ്രവർത്തകനും ഇപ്പോൾ വിമർശിക്കുന്ന ഒരവസ്ഥയാണ്. SDPIയെ തീവ്രവാദി കൈവെട്ടി സംഘടനയെന്നും ജമാഅത്തെ മൗദൂദി മതരാഷ്ട്രവാദി എന്നും പറഞ്ഞ് ആർക്കും ആക്ഷേപിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സഹചാരി. എന്നാൽ മുസ്ലിം ലീഗിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക, മുസ്ലിം ലീഗിന് തീവ്രവാദ ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ അതിന് ഭീകരവാദ ബന്ധമുണ്ടെന്നോ ഇതുവരെ കേരളത്തിലെ പൊതുസമൂഹം പറഞ്ഞിട്ടില്ല. ആ പഴയ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപുള്ള മുസ്ലിം ലീഗ് അല്ല എന്ന് അതിന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റും അവരുമായി സഹകരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയമാണെന്ന് പോലും ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് ശരിയാനെ അറിയാമല്ലോ. ഇപ്പോഴും അവരുടെ താത്വികമായ നിലപാട് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നല്ല. അത് ശ്രീ സഖാവ് പിണറായിയോടോ അല്ലെങ്കിൽ ബേബിയോടോ ഗോവിന്ദൻ മാഷോടോ ചോദിച്ചാൽ നേരിട്ട് ചോദിച്ചാൽ പറയും അത് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. എന്നിട്ട് പിണറായിയെയും ഗോവിന്ദൻ മാഷേക്കാളും CPM-ന്റെ പിന്തുണക്കാരനായി പ്രത്യക്ഷപ്പെടുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ലീഗിന്റെ ഇന്നത്തെ പങ്കിനെ കുറിച്ച് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് UDF-നെ മുന്നോട്ട് വെച്ച് ലീഗ് കേരളത്തിൽ അധികാരത്തിലേറി മതരാഷ്ട്രവാദം നടപ്പിലാക്കാൻ കൊതിച്ചിരിക്കുകയാണ് എന്നാണ് ദിവാസ്വപ്നം കൊള്ളുന്നത് എന്ന് പച്ചയ്ക്ക് ഞാൻ പറഞ്ഞ തണുത്ത അച്ചടിയിൽ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദത്തിൽ സ്ഥാപിക്കാനായി UDF-നെ മുന്നിൽ വെച്ച് കളിക്കുകയാണെന്നുള്ള ഇത് എഴുതാൻ, ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് എഴുതാൻ RSSന്റെ ഓർഗനൈസറിൽ കേസരിയിൽ പോലും ഒരുപക്ഷെ എനിക്ക് കാണാൻ കഴിയില്ല. ചെറിയ